വിശുദ്ധ യൗസേപ്പ് പിതാവിനോടുള്ള സമർപ്പണം 12-ാം ദിവസം. മാതൃഭക്തരെ സഹായിക്കുന്ന യൗസേപ്പ്. ദൈവവചനം. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിന്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ധ്യാനം. കുരിശിൻ ചുവട്ടിൽ നിന്ന് യോഹന്നാന്റെ കൈകളിലാണ് മറിയത്തെ അന്ന് ഈശോ ഭരമേൽപ്പിച്ചത്. സ്വഭവനത്തിലും ഹൃദയത്തിലും മറിയത്തെ സ്വീകരിക്കാൻ അന്നു മുതൽ ശിഷ്യസമൂഹത്തിനായി. എന്നാൽ ഇതിനെത്രയോ നാൾ മുമ്പ് തന്നെ മറിയം യൗസേപ്പിൻ്റെ ഹൃദയത്തിനും ഭവനത്തിനും സ്വീകരിക്കപ്പെട്ടു കഴിഞ്ഞിരുന്നു. അവൻ്റെ പ്രാണസഖിയായ മറിയം യൗസേപ്പിൻ്റെ കൂടെ എന്നും ഉണ്ടായിരുന്നു. യൗസേപ്പ് ജീവിച്ചതും മരിച്ചതും ഈശോയുടെയും മറിയത്തിൻ്റെയും സാന്നിധ്യത്തിലായിരുന്നല്ലോ. യൗസേപ്പിനെ പോലെ മറിയത്തെ സ്വീകരിക്കാം നമുക്കും. ചെറുപ്പം മുതൽക്കേ കന്യാവ്രതം സ്വീകരിച്ച് ജീവിക്കുന്നവളായിരുന്നു മറിയം. അതിനിടയിലാണ് ജോസഫുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഉള്ള ദൈവകൽപ്പന ലഭിക്കുന്നത്. ദൈവത്തിൻ്റെ വഴികൾ എത്രയോ നിഗൂഢം, അത് ഗ്രഹിക്കാൻ നമുക്കാകണമെന്നില്ല. അവൾ ചെന്ന പുരോഹിതനോട് കാര്യമറിയിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, പ്രിയമകളെ, നിന്റെ പരിശുദ്ധമായ ആഗ്രഹങ്ങൾ കർത്താവിന് സ്വീകാര്യമാണ്. എന്നാൽ ദാവീദിൻ്റെ വംശത്തിൽ നിന്ന് നിനക്കനുയോജ്യനായ ഒരു ഭർത്താവിനെ തരുന്നത് ദൈവമാണ്. ദൈവഹിതത്തിന് ആമേൻ പറയാനേ അവൾക്കറിയൂ. യോസേപ്പ് തൻ്റെ വധുവായ മറിയത്തോട് പറഞ്ഞു, എൻ്റെ പ്രിയ മണവാട്ടി, യാതൊരു യോഗ്യതയുമില്ലാത്ത എന്നെ നിന്റെ ഭർത്താവായി നിയോഗിച്ച അത്യുന്നതനായ ദൈവത്തിൻ്റെ ഔദാര്യത്തിന് ഞാൻ നന്ദി പറയുന്നു. കാരുണ്യവാനായ ദൈവം തക്ക സമയത്ത് താഴ്ന്നവരെ ഉയർത്തുവാൻ എന്നോട് കരുണ കാണിച്ചു. അവൾ വിനീതമായി പറഞ്ഞു, എൻ്റെ ഏറ്റവും പ്രിയ യജമാനനെ, എന്നെ ഈ ജീവിതാന്തസ്സിലേക്ക് പ്രവേശിപ്പിക്കുന്നതിനു വേണ്ടി അത്യുന്നതൻ അങ്ങയെ എനിക്ക് ഭർത്താവായി തന്നല്ലോ. ഞാൻ ഭാഗ്യവതിയാണ്. മറിയം നിന്നെ സ്നേഹിച്ചതുപോലെ സ്നേഹിക്കാൻ ഓ പരിശുദ്ധനായ യോസേപ്പെ എന്നെയും അനുവദിക്കുക. ഭാര്യയുടെ മഹത്വമറിഞ്ഞ ഭർത്താവാണ് യോസേപ്പ്. അവൻ ചിന്തിച്ചു, ദൈവസുതൻ്റെ അമ്മയാണിവൾ. വാഗ്ദാന പേടകം. പഴയ നിയമത്തിൽ വാഗ്ദാന പേടകം ഏതാനും കാലത്തേക്ക് സൂക്ഷിച്ച ഓബദ് ഏദോമിനെ ദൈവം തൻ്റെ ശക്തമായ കരങ്ങളാൽ അനുഗ്രഹിച്ചുവെങ്കിൽ യഥാർത്ഥ വാഗ്ദാന പേടകത്തെ മനുഷ്യായുസ് മുഴുവൻ വഹിക്കാൻ കഴിയുക എത്രയോ ഭാഗ്യകരമാണ്. ബലിവസ്തുവും ബലിപീഠവും വാഗ്ദാന പേടകവും ഇതാ എൻ്റെ ഭവനത്തിൽ. മറിയത്തിലേക്കും ദൈവസുതനിലേക്കും കൂട്ടിക്കൊണ്ടുപോകാൻ യൗസേപ്പിനുള്ള തീക്ഷ്ണത ഒരാൾക്കുമില്ലെന്നറിയുക. മാത്രവുമല്ല, തൻ്റെ അപ്പനെ ആരെങ്കിലും സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാണ്. തന്നെ വളർത്തിയതുപോലെ അപ്പൻ അവരെയും വളർത്തുമെന്ന് ഈശോയ്ക്കറിയാം. ഇതുപോലെ തന്നെ മറിയത്തെ ആരെങ്കിലും സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ യോസേപ്പിന് വലിയ സന്തോഷമാണ്. കാരണം അവർ ആദരിക്കുന്നത് സ്വർഗത്തിൻ്റെ രാജ്ഞിയാണല്ലോ. അവളിലെത്തുന്ന ഒരാത്മാവിന് രാജാതിരാജൻ്റെ മുഖം കാണാതിരിക്കാനാവില്ല. മറിയത്തിൻ്റെ മഹത്വവും തിരഞ്ഞെടുപ്പും ഇത്ര കണ്ട് അറിയാവുന്ന മനുഷ്യവ്യക്തി ആരുണ്ട്? യോസേപ്പിൻ്റെ ഹൃദയത്തിലും വീട്ടിലും ഒരുപോലെ അവളുടെ ശോഭ നിറഞ്ഞു നിന്നു. മാതാക്കളെ ഒരുപാട് ആവശ്യമുണ്ട് ഈ ലോകത്തിന്. അവരില്ലെങ്കിൽ വീടിൻ്റെ ശോഭ കെട്ടുപോകും. മറിയം പോലുള്ള നല്ല മാതാക്കളെ തരാൻ യോസേപ്പിനോട് പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. മാതൃഭക്തരുടെ ആശ്രയമായ വിശുദ്ധ യോസേപ്പെ, മറിയത്തെ പോലുള്ള പരിശുദ്ധ മാതാക്കളെ ഈ ഭൂമിയിലേക്ക് അയക്കാൻ ഈശോയോട് പറയണമേ. ആമേൻ.